ഹലോ. അപ്പോൾ എല്ലാവർക്കും ഗ്ലോ അപ്പ് വിത്ത് സാൻഡി യൂട്യൂബ് ചാനലിലോട്ട് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ എന്ന് പറയുന്നത് സമ്മർ ഹെയർ കെയർ റുട്ടീൻ ഞാൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു മുന്നത്തെ വീഡിയോസിൽ. അപ്പോൾ ഇപ്പോൾ ഒന്നും മഴ ഇല്ല കേട്ടോ ഇവിടെ. അപ്പോൾ മഴ നിന്നതുകൊണ്ട് ഞാൻ ഹെയർ കെയർ സ്റ്റാർട്ട് ചെയ്യാമെന്ന് വിചാരിക്കുന്നു. അപ്പം ഞാൻ വീഡിയോസൊന്നും അതിനെ പറ്റി ഇടാറില്ല. ഓക്കെ, അപ്പോൾ താല്പര്യമുള്ളവർ സമ്മർ ഹെയർ കെയർ റൂട്ടീൻ ഇനി എൻ്റെ മുടി നന്നായി ആരോഗ്യത്തോടെ നോക്കണം, വളർത്തണം എന്നൊക്കെ ഉള്ളവർ ഈ റുട്ടീനൊന്ന് ഫോളോ ചെയ്യാൻ പറ്റുന്നതാണ്. ഓക്കെ, മുന്നത്തെ 90 ഡേയ്സിൽ ഹെയർ പാക്കൊക്കെ ഒരുപാട് ഇട്ട് നമ്മൾ ട്രൈ ചെയ്തിട്ടുണ്ടായിരുന്നു. അത് ഈ പ്രാവശ്യം അങ്ങനെയല്ല. എന്ത് വേണമെങ്കിലും നിങ്ങൾക്ക് ഡെയിലി നിങ്ങൾക്ക് എങ്ങനെ തോന്നുന്നോ അങ്ങനെ മുടിയുടെ സംരക്ഷണത്തിൽ നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ്. ഓക്കെ, ഇപ്പോൾ എക്സാമ്പിൾ ഒരു ദിവസം കറിവേപ്പിലയുടെ എണ്ണ ഉപയോഗിച്ചു, കാച്ചിയ എണ്ണ ഉപയോഗിച്ചു എന്ന് പറഞ്ഞാൽ ഇനിയൊരു ദിവസം കറ്റാർവാഴയുടെ ജെല്ല് മാത്രം തടവിയിട്ട് ജസ്റ്റ് മസാജ് ചെയ്ത് വിടുക. അങ്ങനെ നിങ്ങൾക്ക് ടൈം കിട്ടുമ്പോൾ എന്ത് വേണമെങ്കിലും എടുത്തിട്ട് നിങ്ങൾക്ക് എന്ത് താല്പര്യമുണ്ടോ, നിങ്ങളുടെ മുടിക്ക് എന്ത് വർക്ക് ചെയ്യുന്നുണ്ടോ അങ്ങനെ അനുസരിച്ചിട്ട് വേണം നിങ്ങൾക്ക് മുടിയുടെ ഒരു കാര്യത്തിൽ ഏർപ്പെടാനായിട്ട്. ഓക്കെ, അപ്പോൾ ഞാൻ കഞ്ഞിവെള്ളം യൂസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, ഇടയ്ക്കിടയ്ക്ക് വിട്ടിട്ട്. പിന്നെ ഇനിയൊരു പ്ലാൻ എന്താണെന്ന് വെച്ചാൽ ഒരു 14 ദിവസത്തെ ഇല്ലെങ്കിൽ 21 ദിവസത്തെ ഒരു ഹെയർ കെയർ ചാലഞ്ച് പോലെ ആലോചിക്കുന്നുണ്ട്. പക്ഷേ അറിയില്ല. ഓക്കെ, സോ ആരെങ്കിലും താല്പര്യമുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്ത് അറിയിക്കുക. അപ്പോൾ ഞാൻ വീഡിയോസ് അതിനെക്കുറിച്ച് ഞാൻ ചെയ്യുന്നതാണ്. ഓക്കെ, അപ്പോൾ ഈ സമ്മർ ഹെയർ കെയർ റൂട്ടീനിൽ നിങ്ങൾക്ക് എന്ത് വേണമെങ്കിലും ചെയ്യാവുന്നതാണ്. അതായത് ഒരു എണ്ണ തേച്ചിട്ട് നിങ്ങൾക്ക് മുടി സംരക്ഷിക്കാം, ഇല്ലെങ്കിൽ സലാഡ്, ഇങ്ങനെ ഭക്ഷണ കാര്യത്തിൽ ശ്രദ്ധിച്ച് നോക്കുക. അതായത് വെള്ളം കുടിക്കുന്നതും പിന്നെ നട്ട്സ് ഇൻടേക്ക് ചെയ്യുക, ഫുഡ് നല്ലോണം ഗ്രീൻ ലീഫി വെജിറ്റബിൾസ് ഉള്ളത്, പിന്നെ ഫ്രൂട്ട്സ് നന്നായി കഴിക്കുന്നത്, അങ്ങനെ എന്തും. ഓക്കെ, അപ്പോൾ പൊതുവെ നിങ്ങൾ ഡെയിലി ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നന്നായി മുടിയുടെ കെട്ടൊക്കെ ഒന്ന് വിടർത്തി കൊടുത്തിട്ട് സ്കാൽപ്പ് മസാജ് ഡെയിലി നൈറ്റ് ചെയ്യുക. ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ഡെയിലി പറ്റുന്നില്ല എന്ന് വെച്ചാൽ ആൾട്ടർനേറ്റീവ് ഡേയ്സ് ആയിട്ട് ചെയ്യാവുന്നതാണ്. ഓക്കെ, നിങ്ങൾക്ക് ടൈം കിട്ടുകയാണെങ്കിൽ ആഴ്ചയിൽ 2 പ്രാവശ്യം ഹോട്ട് ഓയിൽ മസാജ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. ഈ എണ്ണ ആപ്ലിക്കേഷനാണ് ഈസിയസ്റ്റ് മെത്തേഡ് ഹെയർ കെയർ ചാലഞ്ച്. ഇല്ലെങ്കിൽ ഹെയർ ഇനി നന്നായി കെയർ ചെയ്ത് എടുക്കുന്നുണ്ടെന്ന് നമുക്കതിന് ടൈം സ്പെൻഡ് ചെയ്യാൻ വളരെയേറെ ജോലി തിരക്കുള്ള അമ്മമാരുണ്ട്. ഓഫീസ് പോകുന്ന ടീം ലീഡറോ ടീച്ചേഴ്സോ എംപ്ലോയീസ് ഉണ്ടാവും, ഓഫീസ് പോകുന്നവർ റെഗുലറായിട്ട്. ചിലപ്പോൾ വർക്ക് ഫ്രം ഹോമിലുള്ളവർ ഉണ്ടാവും. എപ്പോഴും ലാപ്ടോപ്പിൻ്റെ പിന്നാലെ വർക്കൊക്കെ ശ്രദ്ധിച്ച് നമുക്ക് നമ്മളുടെ തന്നെ മുടി കെയർ ചെയ്യാനാവില്ല, അല്ലെങ്കിൽ സ്കിൻ കെയർ ചെയ്യാനൊന്നും സമയം ഉണ്ടാവില്ല. ഇങ്ങനത്തെവർക്ക് ആഴ്ചയിൽ നിങ്ങൾ ഹോട്ട് ഓയിൽ മസാജ് ചെയ്യാം, കഞ്ഞിവെള്ളം യൂസ് ചെയ്യാം. അത് വിട്ടാൽ തന്നെ നിങ്ങൾക്ക് ജ്യൂസായിട്ട് എടുക്കാം. ഓക്കെ, ഹെയർ കെയർ ജ്യൂസ്. ഓക്കെ, ആംല ജ്യൂസ്, കറി ലീഫിൻ്റെ ജ്യൂസ്, പിന്നെ ഫ്രൂട്ട്സ് എന്ന് വെച്ചാൽ ഒരു ഓറഞ്ച് കഴിക്കാം, ഇല്ലെങ്കിൽ ആപ്പിൾ, പോമോഗ്രാനേറ്റ്, ഹീമോഗ്ലോബിൻ, അയൺ അധികം ഉള്ളത് കഴിക്കുക. ഓക്കെ, പിന്നെ നന്നായിട്ട് സ്ട്രെസ് റിലീഫ് ചെയ്യുക. ഓക്കെ, നല്ലോണം ഒന്ന് ബ്രേക്ക് എടുത്തിട്ട് നിങ്ങൾ ആദ്യം ഉറക്കത്തിൻ്റെ പ്രോബ്ലംസൊക്കെ ഒന്ന് സോൾവ് ചെയ്യാൻ നോക്കുക. ഓക്കെ, ചിലപ്പം 6 hours ഉറങ്ങാൻ പറ്റുന്നുള്ളൂ, 5 hours ഉറങ്ങാൻ പറ്റുന്നുള്ളൂ എന്ന് വെച്ചാൽ
നിങ്ങൾക്ക് എപ്പോൾ സമയം കിട്ടുമോ അതൊന്ന് സ്ലീപ്പ് സൈക്കിളിൽ കംപ്ലീറ്റ് ചെയ്യാൻ നോക്കുക. ഓക്കെ, ഈ ചെറിയ കാര്യങ്ങളാണ് നമ്മൾ നോക്കേണ്ടത്. പിന്നെ ഇനി അധികമൊന്നും ഇല്ല. ഓക്കെ, മുടിയിൽ ഇവിടെ പറയാൻ പോകുന്നത് താരൻ വരാതെ നോക്കണം. പിന്നെ നിങ്ങൾ യൂസ് ചെയ്യുന്ന ടവല്, പിന്നെ പില്ലോ കവറ്, പിന്നെ മുടിയുടെ ആക്സസറീസ്, തലമുടിയുടെ ഹെയറിൽ ഉപയോഗിക്കുന്ന നിങ്ങൾ ആക്സസറീസ് എന്ത് വേണമെങ്കിലും ആവാം. ഓക്കെ, ക്രഞ്ചസോ പിന്നെ കൂമ്പൊക്കെ നന്നായി ക്ലീനാക്കി വെക്കേണ്ടതാണ്. പിന്നെ നിങ്ങൾ എപ്പോഴും മസാജ് ചെയ്യുക, ഇൻവേർഷൻ മെത്തേഡിൽ മസാജ് ചെയ്ത് വിടുക. ഓക്കെ, പിന്നെ തലവേദന ഒന്നും വരാതെ നോക്കണം. പിന്നെ കോൾഡ് പിടിക്കുന്ന ഹെയർ പാക്സ് ഒന്നും അപ്ലൈ ചെയ്യാണ്ടേ ഇരിക്കുക. ഓക്കെ, നിങ്ങൾക്ക് വർക്കാവാത്ത ഒരു ഇൻഗ്രീഡിയൻറ്റും ട്രൈ ചെയ്യാണ്ട് നോക്കേണ്ടതാണ്. നിങ്ങൾ ട്രൈ ചെയ്യാൻ പാടുള്ളതല്ല. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ എന്താണെന്ന് വെച്ചാൽ ചിലവർക്ക് ഉലുവയുടെ വെള്ളം സൂട്ടാവില്ല, പിന്നെ ഉള്ളിയുടെ നീര് സൂട്ടാവില്ല, ജിഞ്ചറിൻ്റെ ജ്യൂസ് എക്സ്ട്രാക്റ്റ് അത് സൂട്ടാവില്ല. ഓക്കെ, ഇങ്ങനെ ചില പ്രശ്നങ്ങളുണ്ട്. അങ്ങനെ അറിഞ്ഞുകൊണ്ട് പിന്നെയും അത് തന്നെ ഉപയോഗിക്കുന്നു ഇരിക്കാൻ പാടുള്ളതല്ല. ഇനി ചിലവർക്ക് വെളിച്ചെണ്ണ തന്നെ തലയിൽ തേച്ച തലവേദന ഇല്ലെങ്കിൽ ചൊറിച്ചിൽ അധികമാവുന്ന പോലെ, താരൻ കൂടിയ പോലെയൊക്കെ തോന്നും. അതൊക്കെ ഒന്ന് സ്കിപ്പ് ചെയ്ത് അതിന് ആൾട്ടർനേറ്റീവ് നോക്കിയിട്ട് വേണം നിങ്ങൾ യൂസ് ചെയ്യേണ്ടത്. പിന്നെ ഷാംപൂ ഉപയോഗിക്കുമ്പോൾ ഡ്രൈ സ്കാൽപ്പ് ആവാതെ നോക്കണം. ഓക്കെ, നിങ്ങൾ ഷാംപൂ ഇട്ടിട്ടുണ്ടെങ്കിലും ലൈറ്റായിട്ടൊന്ന് ഓയിൽ മസാജ് ചെയ്ത് വിടുക, ഇല്ലെങ്കിൽ ലൈറ്റായിട്ട് സ്കാൽപ്പിൽ കുറച്ച് എണ്ണ തടവി കൊടുത്തിട്ട് എൻഡ്സാണ് നിങ്ങൾക്ക് ശ്രദ്ധിക്കേണ്ടത്. ഓക്കെ, ഇവിടെ റഫ്നെസ് ഉണ്ട്. എൻഡ്സിൽ എന്തൊക്കെ പ്രശ്നം എന്ന് വെച്ചാൽ മുടിക്കായ, പിന്നെ റഫ്നെസ്, ഡ്രൈനെസ്, സ്പ്ലിറ്റ് എൻഡ്സ് അധികമാവുക, വെറുതെ മുടി കീറി പോവുക, പിന്നെ വെറുതെ ഇങ്ങനെ ഒന്ന് തൊട്ട് നോക്കിയാൽ മതി അതിങ്ങനെ കയ്യിൽ വരുന്നതാണ്. ഓക്കെ, ഇങ്ങനെയൊക്കെ അവോയ്ഡ് ചെയ്യാൻ നിങ്ങൾ ഡെയിലി പറഞ്ഞ ഓൾട്ടർനേറ്റീവ് ഡേയ്സിൽ നിങ്ങൾക്ക് വെളിച്ചെണ്ണ സൂട്ടായില്ലെങ്കിൽ ഹെയർ സ്പ്രേ പോലെ, ഹെയർ ടോണിക് പോലെ നിങ്ങൾക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കാവുന്നതാണ്. ഓക്കെ, കറി ലീഫിൻ്റെ ഹെയർ ടോണർ ഞാൻ 90 days ഹെയർ കെയർ ചാലഞ്ചിൽ ടോണേഴ്സിനെ പറ്റി കാണിച്ചിട്ടുണ്ടായിരുന്നു. ഓക്കെ, അപ്പോൾ ഇതൊക്കെയാണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്. പിന്നെ ആലോവേറ ജെല്ലും ലൈറ്റായിട്ടൊന്ന് തടവി കൊടുത്താൽ മതി. എണ്ണ തടവണ പോലെ ഇങ്ങനെ ഫുൾ, ഇപ്പോൾ മുടി ഇങ്ങനെ ഉണ്ടെന്ന് വെച്ചാൽ ഫുള്ളിങ്ങനെ ആലോവേറ ജെൽ തന്നെ ഇങ്ങനെ തേച്ച് കുളിപ്പിക്കുകയല്ല മുടീനെ. ഓക്കെ, ജസ്റ്റ് അതങ്ങനെ കവറാവുന്നത് സോഫ്റ്റായി എന്ന് ഉറപ്പ് വരുത്തുക നിങ്ങളുടെ ഹെയർ ഫോളിക്കിൾസ്. അത് മാത്രം നോക്കിയാൽ മതി. പിന്നെ ലൈറ്റായിട്ട് എണ്ണ തടവി കൊടുക്കുക. ഇവിടെ നിങ്ങൾക്ക് മസ്റ്റർഡ് ഓയിലോ ഏത് ഓയിലാണ് നിങ്ങൾക്ക് മാച്ച് ആവുന്നത്, ബാദാം ഓയിലോ ഓലിവ് ഓയിലോ എന്തോ വേണോ അത് നൈറ്റിലൂടെ ഇല്ലെങ്കിൽ ഡേ ടൈമും നിങ്ങൾക്കിങ്ങനെ ജസ്റ്റ് കവറപ്പ് ചെയ്യുക എൻഡ്സ്. പക്ഷെ ഡ്രൈ ആവാതെ നോക്കണം. ഓക്കെ, ഈ പ്രശ്നങ്ങൾ ഈ മുന്നേ പറഞ്ഞ പ്രശ്നങ്ങളൊക്കെ അവോയ്ഡ് ചെയ്യാൻ നോക്കാനും വരാതെ നോക്കാനും ശ്രദ്ധിക്കേണ്ടതാണ്. പിന്നെ ഒരുപാട് വെള്ളം കുടിക്കുക. ഓക്കെ, അത് വളരെയേറെ ഹെൽപ്ഫുള്ളായിരിക്കും. മുടി എപ്പോഴും ഹൈഡ്രേറ്റഡായിട്ട് വെക്കുന്നതിലൂടെ ഈ മുടിയുടെ പ്രശ്നങ്ങളൊക്കെ കൊണ്ടുവരാൻ പറ്റുന്നതാണ്. ഓക്കെ, വെള്ളം കുടിക്കുന്നതും പിന്നെ ഫ്രൂട്ട്സ്, വെജിറ്റബിൾസ് ഇതൊക്കെ നന്നായി കഴിക്കാൻ ശ്രദ്ധിക്കുക. ഓക്കെ, അപ്പോൾ സീഡ്സ് ആണെങ്കിൽ സീഡ്സ് കഴിക്കാം, ഇല്ലെങ്കിൽ ഡേറ്റ്സ് കിട്ടിയവർക്ക് ഡേറ്റ്സ് കഴിക്കാം. ഓക്കെ, അങ്ങനെ മാറ്റി ഉപയോഗിക്കുന്നതിൽ തെറ്റില്ല. ഓക്കെ, അപ്പോൾ ഈ ഒരു വീഡിയോ ഹെയർ കെയറിനെ പറ്റിയിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുമെന്ന് കരുതുന്നു.
അപ്പോൾ ആദ്യമായിട്ട് ഈ ചാനൽ കാണുവാണെങ്കിൽ ദയവായി ഇത് സബ്സ്ക്രൈബ് ചെയ്ത് ഓൾ എന്നുള്ള ഒരു ഓപ്ഷൻ തന്നെ തിരഞ്ഞെടുക്കുക. ഓക്കെ, നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക. ഓക്കെ, അപ്പോൾ അടുത്ത ഒരു വീഡിയോയിൽ കാണുന്നത് വരെ എല്ലാവർക്കും ബൈ.